ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഇന്ന് വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. വചനം പറയുന്നു, കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അതിനാൽ ഇന്ന് കർത്താവിനെ കാത്തിരിക്കാനായി, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് സന്തോഷത്തോടെ അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് പഠിക്കാം. അതിനായി നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാം. ആരൊക്കെ ദൈവത്തെ വിളിച്ച് കഠിനാധ്വാനം ചെയ്യുന്നുവോ, തീർച്ചയായും നിങ്ങളുടെ അധ്വാനം കർത്താവ് ഇരട്ടി പ്രതിഫലം നൽകും. മാത്രമല്ല, കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് കർത്താവ് പ്രവർത്തിക്കുന്നിടം വരെ ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് അവിടുന്ന് നിരന്തരം സമൃദ്ധിയും സമാധാനവും സന്തോഷവും നൽകിയിരിക്കും. വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 10ാം ക്ലാസ്സിൽ +1 +2 പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും കർത്താവിൻ്റെ കൃപ കൂടെയുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഭയം കൂടാതെ അവർ പരീക്ഷ എഴുതുന്നതിന്, അവർ നല്ലതുപോലെ പഠിക്കുന്നതിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ പ്രത്യേക സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ ഭവനത്തിലായിരിക്കുമ്പോഴും ഭവനത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴും സ്കൂളിലും മറ്റ് സ്ഥലങ്ങളിൽ ആയിരിക്കുമ്പോൾ, അവർ യാത്രാമധ്യേ ആയിരിക്കുമ്പോൾ എല്ലാം ദൈവം കൂടെയിരുന്ന് അവരെ സംരക്ഷിക്കുന്നതിന് നമുക്ക് പ്രത്യേകം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുക. ആശുപത്രിയിലേക്ക് പോകുന്നവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും സൗഖ്യവും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് ടെസ്റ്റ് റിപ്പോർട്ടുകൾ വരുമ്പോൾ എല്ലാം നോർമൽ എന്ന് അറിയാൻ കർത്താവ് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ യാത്രകളെയും നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 64-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങ് കോപിച്ചു, കാരണം ഞങ്ങൾ പാപം ചെയ്തു. വളരെക്കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിന വസ്ത്രം പോലെയും ആണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു. കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല. അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു. എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ്. കർത്താവേ, അങ്ങ് അത്യധികം കോപിക്കരുതേ. ഞങ്ങളുടെ തിന്മകൾ എന്നേക്കും ഓർമ്മിക്കരുതേ. ഞങ്ങൾ അങ്ങയുടെ ജനമാണെന്ന് സ്മരിക്കണമേ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ഇന്ന് ഈ പുതിയ ദിവസത്തിൽ അവിടുന്ന് ഞങ്ങൾക്കൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു എന്ന അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് എല്ലാം സാധ്യമാണ്. ഇന്നത്തെ ദിവസം ഒത്തിരി നിരാശയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധ്വാന ഫലമെല്ലാം നഷ്ടപ്പെട്ട്
വേദനയിലും നഷ്ടഭാരത്തിലും കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യുദ്ധവും ഭീകരതയും ചുറ്റിനുമുള്ളപ്പോൾ സ്വസ്ഥമായ ജീവിതം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട അവസ്ഥയിൽ കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണമേ. ഈ പ്രാർത്ഥന, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവർക്കു വേണ്ടിയും കർത്താവേ, നീ എഴുന്നേൽക്കണമേ. ശത്രുവിൻ്റെ എല്ലാ ദുഷ്ടതയിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തുകൊള്ളണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുഹിതം ഞങ്ങളുടെ ഹൃദയത്തിൽ, മനസ്സിൽ, ശരീരത്തിൽ, ഇന്ദ്രിയങ്ങളിൽ കർത്താവേ നടത്തണമേ. നിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ധാരാളമായി അവരിലേക്ക് ചൊരിയണമേ. 10ാം ക്ലാസ്സിൽ CBSE, SSLC, ICSE, മറ്റ് ബോർഡ് എക്സാംസ് എഴുതുന്ന, +1, +2 എഴുതുന്ന എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലതുകരം അവരുടെ മേൽ വ്യാപരിക്കട്ടെ, അവരെ സഹായിക്കട്ടെ. നിൻ്റെ വലതുകരം പിടിച്ച് ഞങ്ങളുടെ മക്കളെ നീ നല്ലതുപോലെ പരീക്ഷ എഴുതിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആശുപത്രിയിലായിരിക്കുന്നവർക്കും ഇന്ന് ചെക്കപ്പിന് വേണ്ടി പോകുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടുകളും നോർമൽ എന്ന് കാണിക്കാൻ ദൈവമേ നീ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ യാത്രകളെ, പോക്കുവരവെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പദ്ധതികളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഒത്തിരി കാര്യങ്ങൾ പെൻഡിങ്ങായി കിടക്കുന്നു. ഞങ്ങൾ നേടിയെടുക്കേണ്ട ടാർഗറ്റിനെ സമർപ്പിക്കുന്നു. ഈ മാസം ചെയ്തു തീർക്കേണ്ട ജോലിയെ സമർപ്പിക്കുന്നു. ഈ ആഴ്ചയിൽ ചെയ്തു തീർക്കേണ്ട ജോലിയെ, കടമകളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ ആവശ്യമായ സഹായത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ, ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, വിജയം വരിക്കുന്നിടം വരെ അധ്വാനിക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളിൽ അങ്ങ് ഇടപെടണമേ. സകല ദാരിദ്ര്യത്തിൽ നിന്നും, പട്ടിണിയിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, കുറവുകളിൽ നിന്നും കർത്താവേ ദൈവമക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി സമൃദ്ധിയും സന്തോഷവും അനുഗ്രഹവും ചൊരിഞ്ഞ് അങ്ങയുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കരുണ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ. എല്ലാ മേഖലയിലും ഞങ്ങൾ അനുഗ്രഹീതരായി മാറട്ടെ. കർത്താവേ, നിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിക്കുന്നു. നിൻ്റെ കരങ്ങൾ കൊണ്ട് അവരെ സുഖപ്പെടുത്തണമേ, അവരെ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു. കർത്താവേ, ഈ മക്കളുടെ നിയോഗങ്ങൾക്ക് മേൽ ഇന്ന് നീ ഇടപെടണമേ. വലിയൊരു അത്ഭുതം കാണാൻ ഇവരുടെ നയനങ്ങളെ നീ തുറക്കണമേ. ദൈവമേ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അത്ഭുതം നീ നടത്തി കൊടുക്കണമേ. അവർക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു നല്ല വിധിയുണ്ടാകുവാൻ ദൈവമേ നീ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ സമയവും നിൻ്റെ തിരുഹിതം ശ്രവിക്കാനും തിരുഹിതം അനുസരിക്കാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വെഡ്ഡിങ് ആനിവേഴ്സറി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നാം ഓരോരുത്തരും സംരക്ഷിതരാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുനാമത്തിൽ ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്,
ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ സകല അനുഗ്രഹങ്ങളാലും നമ്മെ നിറയ്ക്കട്ടെ. ഇന്ന് അവിടുത്തെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ച എല്ലാവർക്കും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാൻ കർത്താവിന് കൃപയൊരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹവും സഹായവും മധ്യസ്ഥവും ഇന്നും എന്നും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.